നമുക്ക് കർക്കിടക മാസത്തിലെ ഔഷധ കഞ്ഞിയൊന്ന് പരിചയപ്പെടാം. ഇതാണ് ഔഷധ കഞ്ഞിയിലെ പ്രധാന മരുന്ന് ചേരുവകൾ. ഇതിൽ ഞവരി അരിയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പിന്നെ ചെറുപയറുണ്ട്, ഉലുവ, ആശാളി, ജീരകം, മരുന്നുകൂട്ടുകളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് തേങ്ങ വരുന്നുണ്ട്. ചിലർക്ക് തേങ്ങയായിട്ട് ഉപയോഗിക്കാനാണ് ഇഷ്ടം, അല്ലാത്തവർക്ക് തേങ്ങ പാല് ചേർക്കാം. ആവശ്യത്തിന് ഇന്ദുപ്പും നറുമയും ചേർത്താണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചിരട്ട പാത്രത്തിലൊക്കെയാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് മരുന്ന് കഞ്ഞി നമ്മൾ ഉണ്ടാക്കുന്ന ഏകദേശം അതിന്റെ കുറുകിയായിട്ടുള്ള ഒരു പാകം വരുന്നത്. ഞവരേരി നന്നായിട്ട് വേവിച്ച് അതിൽ നമ്മൾ തേങ്ങാപ്പാലും നെയ്യും ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് മരുന്നുണ്ടയും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കർക്കിടക മാസത്തിലാണ് കൂടുതലായിട്ടും ആളുകൾ 7 ദിവസം ഓരോന്ന് വെച്ച് കഴിക്കുന്നവരാണ് ഉള്ളത്. ഇതിന്റെ കൂടെ നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ചുക്ക് കാപ്പി വരുന്നത്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. പ്ലാവിലയുടെ നല്ല സ്പൂണൊക്കെ ഉണ്ട്. ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. അധികം കയ്പോ നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത ടേസ്റ്റോ അങ്ങനെയൊന്നുമില്ല. വളരെ നല്ല രുചികരമായിട്ടുള്ള രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്.